ശിവാനി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. സ്വാഭാവികമായും ഒരു പ്രഗ്നന്റ് ആയ പെൺകുട്ടി കഴിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കഴിച്ചാൽ പോലും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുന്ന ഇന്നത്തെ കാലത്ത് മാരകമായ മയക്കുമരുന്ന് നിധി കൊടുത്തിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലെന്നാണ് ശിവാനി പറയുന്നത്. നിധി ശിവാനിക്ക് പോയിസൺ കൊടുത്തിട്ടില്ല എന്നും ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് തെളിയിക്കാനും ഈ മൊഴി ധാരാളമല്ലേ യുവർ ഓണർ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇരിക്കണം. ഈ കേസ് മുഴുവനായും കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിക്കാൻ കാരണങ്ങൾ വേറെയുണ്ട് യുവർ ഓണർ. തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന വീഡിയോയിൽ ഇളനീർ കടക്കാരനും നിധിയും തമ്മിൽ സംസാരിക്കുന്ന CCTV ഫൂട്ടേജ് ഉണ്ടെങ്കിലും അതിൽ ഓഡിയോ ഇല്ല. ആ വീഡിയോ മാത്രം കണ്ടിട്ട് ഇളനീരിൽ മായം കലർത്താനാണ് നിധി ഗൂഢാലോചന നടത്തിയതെന്ന് എങ്ങനെ തീരുമാനിക്കാനാവും? നിധി അയാളുമായി സംസാരിച്ചത് മറ്റെന്തെങ്കിലും ആവാം. പണം കൊടുത്തത് ഇളനീർ വാങ്ങിയതിന്റെയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ആവാം. കോടതിയെ അത്തരം കാര്യങ്ങളിൽ ഊഹാഭോഗങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്ന് ഞാൻ ആരോപിക്കുന്നു. ഇനി രണ്ടാമത്തെ സാക്ഷിമൊഴി, പൂക്കടക്കാരൻ അരവിന്ദന്റെ വീഡിയോ. ഒരു വീഡിയോ അല്ലാതെ ആ സാക്ഷിയെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതും സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. ഇത് കരുതിക്കൂട്ടി കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല തെളിവ് ഈ കേസ് ചാർജ് ചെയ്ത ഈ നിൽക്കുന്ന പോലീസ് ഓഫീസറിന്റെ ചില ഫോൺ കോളുകളും ഓഡിയോ ക്ലിപ്പുകളും തന്നെയാണെന്ന് ഞാൻ കോടതിയെ അറിയിക്കുന്നു.